ഡൽഹിയിൽ 9 വയസ്സുകാരുടെ മൃതദേഹം സ്യൂട്ട്കേസിനുള്ളിൽ നിന്ന് കണ്ടെത്തി. വീടിനടുത്തുള്ള ഫ്ളാറ്റിലെ പൂട്ടിയ മുറിക്കുള്ളിലാണ് കുട്ടിയുടെ മൃതദേഹം സ്യൂട്ട്കേസിൽ അടച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായതായി കുടുംബം ആരോപിച്ചു. പ്രതിക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം 7 മണിയോടെയാണ് ബന്ധുവീട്ടിലേക്ക് പോയ 9 വയസ്സുകാരിയെ കാണാതാകുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടി തിരിച്ചെത്താത്തതോടെ കുടുംബം അന്വേഷിച്ചിറങ്ങി. ബന്ധുവിന്റെ വീട്ടിൽ കുട്ടി എത്തിയിട്ടില്ല എന്ന് മനസ്സിലായതോടെ പരിഭ്രാന്തി പടർന്നു. വീട്ടിൽ നിന്നും 200 മീറ്റർ മാത്രം അകലെയുള്ള ഫ്ളാറ്റിലേക്ക് കുട്ടി പോകുന്നത് കണ്ടതായി ചില നാട്ടുകാർ പറഞ്ഞു. ഫ്ളാറ്റിലെ പൂട്ടിയിട്ട മുറിയുടെ വാതിൽ പൊളിച്ച് അകത്തു കടന്ന കുട്ടിയുടെ അച്ഛൻ കാണുന്നത് സ്യൂട്ട്കേസിൽ അർദ്ധനഗ്നിയായി കിടക്കുന്ന മകളെയാണ്. ഉടൻ സമീപത്തെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഇതിനകം കുട്ടി മരണപ്പെട്ടിരുന്നു. കുട്ടി ബലാത്സംഗത്തിനിരയായതായി പോലീസിന് നൽകിയ പരാതിയിൽ കുടുംബം ആരോപിക്കുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമേ ഇത് സ്ഥിരീകരിക്കാനാകൂ എന്ന് പോലീസ് പറയുന്നു. കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി മൃതദേഹം സ്യൂട്ട്കേസിൽ ഉപേക്ഷിച്ച് സംഭവസ്ഥലത്ത് നിന്നും കടന്നുകളഞ്ഞതായാണ് പ്രാഥമിക നിഗമനം. കുറ്റകൃത്യത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിക്കു വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കുട്ടിയുടെ കുടുംബവും നാട്ടുകാരും പ്രതിഷേധം ശക്തമാക്കി. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് നെഹ്റു വിഹാറിലും പരിസര പ്രദേശങ്ങളിലും കൂടുതൽ പോലീസിനെയും അർദ്ധ സൈന്യത്തെയും വിന്യസിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കുടുംബത്തിന് വിട്ടുകൊടുത്ത കുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.